എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് എറണാകുളത്ത് പോവാണ്. സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഞാൻ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടെങ്കിലും അമ്മയും ജോക്കുട്ടനും ഇതുവരെയും കയറിയിട്ടില്ല. അപ്പോൾ അമ്മയ്ക്കും ജോക്കുട്ടനും ഭയങ്കര ആഗ്രഹമാണ് ഫ്ലൈറ്റ് കയറണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, അവരുടെ ഒരു ആഗ്രഹമില്ലേ, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്കത് ഒരാഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മയ്ക്കും ജോക്കുട്ടനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഇതാണ് എൻ്റെ അമ്മ. പിന്നെ പപ്പ അധികം നമ്മൾ വീഡിയോയിൽ വരാറില്ല, അമ്മ അധികം വരാറില്ല. ഇപ്പം ഇത് വന്നതുകൊണ്ട്, എൻ്റെ വീട്ടിൽ വന്നതുകൊണ്ട് ഞാൻ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ആൾ വെറും പാവമാണ് കേട്ടോ. അത് ഇതോ ഇരിക്കുന്നില്ല, അതാണ് ജോക്കുട്ടൻ്റെ അമ്മ. ഒരുപാട് പേര് ചോദിക്കും ജോക്കുട്ടൻ എൻ്റെ സ്വന്തം മോനാണോ? പക്ഷെ ഞാൻ അവനെ എൻ്റെ സ്വന്തം മോനെ പോലെയാണ് ഞാൻ കരുതുന്നത്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ അവനെ. കാരണം ആദ്യമായിട്ട് എന്നെ അമ്മ എന്ന് വിളിച്ചത് എൻ്റെ ജോക്കുട്ടനാണ്. അടുത്ത് ഞങ്ങൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലാണ് കാർ പാർക്ക് ചെയ്തത്. കാരണം തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ട്രെയിനിലാണ് വരുന്നത്. പിന്നെ നമുക്ക് എയർപോർട്ടിൽ പോയി വണ്ടി എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം രാത്രി വരുമ്പം ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. അങ്ങനെ ജോക്കുട്ടന് അല്ലെങ്കിൽ കാറിൽ കയറുമ്പോൾ ഉറങ്ങുന്ന ആളാണ്, ഇതുവരെയ്ക്കും ഉറങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ മുതൽ എയർപോർട്ട് വരെ ഞങ്ങൾ ഓട്ടോയിലാണ് പോയത്. പക്ഷേ ആ ഓട്ടോ ചേട്ടനുണ്ടല്ലോ, സംഭവം അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര കോമഡിയാണ്. നമുക്ക് എന്താ പറയുക, നല്ല സമയം പോകും. അത് കഴിഞ്ഞ് എന്തായാലും എല്ലാവർക്കും ഒരു വിശപ്പ് തുടങ്ങി. ഞങ്ങൾ പിന്നെ എയർപോർട്ടിലുള്ള അവരുടെ ഒരു ക്യാൻറ്റീനുണ്ട്, ആദ്യമായിട്ടാണ് ഞാൻ അവിടുത്തെ ക്യാൻറ്റീനിൽ കയറുന്നത്. സംഭവം കൊള്ളാം, നല്ല ഹൈജീനിക്കാണ്, നല്ല കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങളിത് ഫുഡൊക്കെ കഴിച്ച് ഇതാ ഇങ്ങനെ നമ്മൾ സ്ഥലമൊക്കെ നോക്കി ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഒന്നിച്ചിങ്ങനെ പോകുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്കുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിൻ്റെ അകത്തൊക്കെ കയറി. സംഭവം ഭയങ്കര ക്ലീനാണോ, നല്ല ഒരു പൊടിയെന്ന് പറഞ്ഞ സാധനം അതിൻ്റെ അകത്തില്ല. കണ്ണാടിയൊക്കെ ആണെങ്കിൽ എന്തുമാത്രം ക്ലീനാണ്. എനിക്ക് ഈ കണ്ണാടി കാണുമ്പോൾ ഇടയ്ക്കിടെ ഇങ്ങനെ വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം എന്നൊക്കെ തോന്നും. പക്ഷേ ആ കണ്ണാടി, ആ ലൈറ്റ് എല്ലാം കൂടെ ഇപ്പോൾ മുഖം ഭയങ്കര ബ്രൈറ്റായി. പിന്നെ നമ്മൾ 3 മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യണമല്ലോ ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറണ മുമ്പേ. അപ്പം അങ്ങനെ അത് അവിടെ ഇരുന്ന് ഞങ്ങൾ കാണിച്ച ഓരോ വേലത്തനങ്ങളാണ് കേട്ടോ. ഞാനും അവനും കൂടെ കുറച്ച് ഇങ്ങനെ ചെറിയ ചെറിയ കുസൃതി കാര്യങ്ങളൊക്കെ ഒപ്പിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് ഒരു സാധനം വാങ്ങാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് ഭയങ്കര വിലയാണ്. പിന്നെ എനിക്കവിടെ ഈ സ്ഥലമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ കാണും പോലെയല്ല, ഇതിൽ ഓരോന്നിനും വില ഭയങ്കരമാണ്. ഈ കാറോ ഓട്ടോ ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ 3000 4000 രൂപയാണ് ഈ സാധനങ്ങളൊക്കെ. പിന്നെ ഇച്ചിരി കാശുള്ള ഒരാൾക്കാർ വാങ്ങുമായിരിക്കും. പിന്നെ വീട്ടിൽ വെക്കാൻ നല്ല ഷോക്കി വെക്കാൻ നല്ല രസമായിരിക്കും. പക്ഷെ ഞാനൊന്നും വാങ്ങിയിട്ടില്ല, ഞാൻ തൊട്ടിട്ട് പോലുമില്ല. കാരണം എനിക്ക് പേടിയാണ്. കാരണം തറയിൽ വീണാൽ നമ്മൾ എന്തായാലും ഇതിന് പൈസ കൊടുക്കണം. കാരണം പൊട്ടിയാൽ നമ്മൾ പൈസ കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ഒന്നും വാങ്ങിയില്ല. ഞാൻ വിചാരിച്ചു ശരി എന്തെങ്കിലും ചിപ്സ് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ചിപ്സും അങ്ങനെയാണ്, ഇരട്ടിയിട്ട പൈസയാണ്. ഒന്നും വാങ്ങാൻ എനിക്ക് തോന്നിയുമില്ല. പിന്നെ അവിടുത്തെ ഈ നമ്മൾ പറഞ്ഞ ഈ ഷോള് പോലത്തെ അതൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷെ ഭയങ്കര പൈസയാണ് കേട്ടോ. പിന്നെ പാവയിൽ ജോക്കുട്ടൻ ചോദിച്ചതുകൊണ്ട് ഈ ഒരു ബദാം മിൽക്ക് വാങ്ങിക്കൊടുത്തു. പക്ഷേ നമ്മൾ എയർപോർട്ടിൻ്റെ അകത്ത് കയറിയ പിന്നെ അവർ പറയുന്ന പൈസയ്ക്ക് നമ്മൾ വാങ്ങണം, അതാണ്. പിന്നെ അവനെന്തൊക്കെയോ വാങ്ങിക്കൊടുത്ത്. പിന്നെ ഇതാ ഫ്ലൈറ്റ് കയറേണ്ട ഒരു പുറപ്പാടിലാണ്. അങ്ങനെ ജോക്കുട്ടൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറാനുള്ള. इस विमान में ईंधन भरने की प्रक्रिया चल रही है। कृपया अपनी सीट पर बैठे रहें और सीट बेल्ट खुली रखें। धूम्रपान और इलेक्ट्रॉनिक उपकरणों या मोबाइल फोन का प्रयोग करना। അങ്ങനെ ഫ്ലൈറ്റ് എടുക്കാറായി. ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, പിന്നെ ഇറങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, അതിന് ഇടയിൽ ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ 20 മിനിറ്റ് യാത്രയേ ഉള്ളൂ, അങ്ങനെ ഒരുപാട് നേരത്തെ ഇല്ല. എന്നാലും ആ 20 മിനിറ്റെങ്കിലും എനിക്ക് അവരെ കയറ്റാൻ പറ്റിയല്ലോ എന്നൊരു സന്തോഷം എനിക്കുണ്ട്. നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് താഴെ നോക്കുമ്പോഴത്തേക്കും എല്ലാം കുഞ്ഞു പോലെ നല്ല രസമായിരിക്കും. ഈ കടലൊക്കെ നല്ല വിശാലം പോലെ, ഈ മേഘമൊക്കെ ഈ നമ്മൾ പഞ്ഞി മുട്ടായി കഴിക്കത്തില്ലേ, അതുപോലെ പഞ്ഞി പോലെ ഇരിക്കും. എനിക്ക് നല്ല ഇഷ്ടമാണ്. 20 മിനിറ്റ് അവൻ ആ ഫ്ലൈറ്റിൽ ഏകദേശം എല്ലാ ബാത്റൂം ഒഴികെ വേറെ എല്ലാ സ്ഥലവും അവൻ പോയി കാണും. അവിടെ പ്രസ് ചെയ്യും, ഇവിടെ പ്രസ് ചെയ്യും, മുകളിൽ പോവും, താഴെ പോവും. ഈ കാറും ട്രെയിനൊക്കെ ഞാൻ ഒതുക്കി നിർത്തുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഫ്ലൈറ്റ് ഇങ്ങനെ കറക്റ്റ് സ്ഥലത്ത് ഇങ്ങനെ ഒതുക്കി നിർത്തിയ ശേഷം. ഈ കാറൊക്കെ നമ്മൾ ചില ആൾക്കാർ ഈ ചില സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കും കല്ലെടുത്ത് വെക്കും ടയറിൻ്റെ അടുത്ത്. അതുപോലെ ഇവരുണ്ടല്ലോ, ഈ 2 ടയറിൻ്റെ ഇടയിൽ എന്തോ ഒരു സാധനം എടുത്ത് വെക്കുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. അതെനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. പക്ഷെ നല്ല രസമുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ കൊച്ചി എയർപോർട്ടിൽ പോയി. വലിയ എയർപോർട്ടാണ്, അത് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്, മറ്റേ ഡൊമസ്റ്റിക് ആയിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ തന്നെ നല്ല ഹൈജീനിക്കാണ്, അടിപൊളിയാണ്. എന്തു പറയാൻ, ബാത്റൂമൊക്കെ ഭയങ്കര വൃത്തിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെട്രോയിൽ പോകാമെന്ന് വെച്ചാൽ, ഇതിനിടയിൽ വിശന്നുകൊണ്ട് കുറച്ച് എന്തൊക്കെയോ കഴിച്ചു. അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. കാരണം എന്താ വെച്ചാൽ വിശപ്പിനിടയിൽ ഞാൻ ഷൂട്ട് ചെയ്യുമോ നമ്മൾ കഴിക്കുമോ, അതുകൊണ്ട് ഞങ്ങൾ മെട്രോയിൽ കയറി.
ഞാൻ ഇതിനു മുമ്പ് മെട്രോയിൽ ഇതുപോലെയൊക്കെ കയറിയിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന സമയം സെയിം തന്നെയായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ഫ്ലൈറ്റിൽ കയറിയില്ല. അല്ലാതെ നമ്മൾ ബസ്സിലായിരുന്നു കൊച്ചി വന്ന് നമ്മൾ എല്ലാം മെട്രോ അത് ഇതെല്ലാം കയറിയിട്ടുണ്ട്. പിന്നെ അമ്മയും ജോക്കുട്ടനൊന്നും കയറിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ശരി അവരും കൂടെ കയറ്റാമെന്ന് വിചാരിച്ചാണ് മെട്രോയിൽ കയറിയത്. നമ്മൾ സാധാ ഈ ട്രെയിന് പോലെ തന്നെ അങ്ങനെ ഒരുപാട് പേര് പറയും മെട്രോ 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 അങ്ങനെ എന്ത് പറയാൻ ജസ്റ്റ് ഒരിടത്ത് ഇരുന്നായിരിക്കാം. പിന്നെ ഒരു സ്റ്റോപ്പ് എത്തുമ്പോൾ നമ്മൾ കുറച്ച് സ്പീഡെന്നേ ഉള്ളൂ. അല്ല ഏകദേശം ഈ ട്രെയിന് പോലെയൊക്കെ തന്നെയാണ്. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനെ എന്തോ പോലെ അയ്യോ ഇതെന്തോ വലിയ അതിശയം പോലെയാണ്. പിന്നെ ശരിയാണ് അവർ പണ്ടത്തെ ആൾക്കാരല്ലേ, അവർക്ക് കാണാത്തവർക്ക് കയറുമ്പം എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻ്റ് അല്ലേ, അതൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചപ്പം പലരും പല രീതി ഓർഡർ ചെയ്തു. ഒരാൾ ബിരിയാണി, ഒരാൾ ഫ്രൈഡ് റൈസ്, ഒരാൾ നൂഡിൽസ്, ഞാൻ മാത്രം ചോറ്. കാരണം എനിക്ക് എവിടെ പോയാലും എനിക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് പണ്ട് മുതലുള്ള അസുഖമാണ്, എനിക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കണം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അത് ഞാൻ ചട്ടിച്ചോറാണ്, കൊള്ളാം, ഇഷ്ടപ്പെട്ടു. പക്ഷേ എവിടെയോ കുറച്ച് അരപ്പ് കൂടിയോ എന്നൊരു സംശയമില്ലാതില്ല. എന്നാലും കഴിച്ചു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ കൂടെ നടന്ന് പിന്നെ മെറൈൻ ഡ്രൈവിൽ പോയി. കൊച്ചിയിലിരിക്കുന്നവരെല്ലാവരും കാണേണ്ട ഒരു സ്ഥലമാണ് മെറൈൻ ഡ്രൈവ്. കൊള്ളാം. കുറച്ച് നേരം നമ്മൾ ഒരു 2-3 മണിക്കൂറാണെന്ന് തോന്നുന്നു നമ്മൾ ഈ കായലിൽ കൂടെയുള്ള യാത്ര. അവിടെ നമുക്ക് ഡോൾഫിൻ കാണാം, പിന്നെ പല പല സ്ഥലങ്ങൾ കാണാം, വലിയ വലിയ കണ്ടെയ്നറൊക്കെ കാണാം. നല്ല രസമാണ്. നമ്മൾ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട കുറച്ച് സ്ഥലങ്ങളിലൊന്നാണ് എനിക്ക് തോന്നി മെറൈൻ ഡ്രൈവ്. എനിക്ക് തോന്നുന്നു നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്ത്യ വിട്ട് തന്നെ പോകണമെന്നില്ല. ഇന്ത്യയുടെ അതും കേരളം വിട്ട് തന്നെ പോകണമെന്നില്ല. കേരളത്തിൻ്റെ അകത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് കാണാൻ. നമ്മളിരിക്കുന്ന സ്ഥലം, ഞാൻ ഇപ്പോൾ ട്രിവാൻഡ്രത്താണെങ്കിലും ഞാൻ ട്രിവാൻഡ്രത്ത് കാണാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എന്നിട്ടാണ് ഞാൻ അങ്ങോട്ടൊക്കെ പോകുന്നത്. ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ എന്ത് മനോഹരമായ എന്താണ് ടെമ്പിളായാലും മോസ്കായാലും ചർച്ചായാലും പിന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മളെ കുട്ടികൾക്ക് കാണാൻ. അപ്പം അതൊക്കെ നല്ല രസമാണ്. നമ്മൾ പോയ ഷിപ്പിലാണെങ്കിൽ പാട്ടൊക്കെ ഇട്ടിരുന്നു. അതുപോലെ ഒരു അങ്കിള് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇതങ്ങനെയാണ് ഇങ്ങനെയാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ശ്രദ്ധിക്കുന്നവർ ശ്രദ്ധിക്കും. ഞാൻ പിന്നെ അധികം ശ്രദ്ധിച്ചില്ല, എനിക്കത് ആവശ്യമില്ലല്ലോ. പക്ഷേ എന്തായാലും യാത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ഐലൻഡാണ്. ഇത്രയും വെള്ളത്തിനടിയിൽ ഈ മരങ്ങളും ഒരു തിങ്ങി നിറഞ്ഞ ഒരുപാട് പക്ഷികൾ അതിൻ്റെ അകത്തുണ്ട്. നല്ല രസമാണ് കാണാൻ, നേരിട്ട് കാണാൻ. അതിനിടയിൽ ഒരാളാണെങ്കിൽ ഈ കുഞ്ഞു കുഞ്ഞു ബേർഡ്സ് അവിടെ ഉണ്ട്. അതിന് നമ്മൾ ഈ ഫുഡുണ്ടല്ലോ, ഈ കടലമുട്ടായി കഴിച്ചിട്ട് അതിന് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അത് ഈ കടലമുട്ടായി കഴിക്കാനാണോ അത് മീൻ പിടിക്കാനാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. സംഭവം എന്തായാലും അവിടെ ഒരുപാട് പക്ഷികൾ വന്നായിരുന്നു. സൂപ്പറായിരുന്നു. ഒരുപാട് പേര് കണ്ടത് ബാക്കിൽ ഇനി ഒരുപാട് പേരൊക്കെ അതിന് ഫുഡ് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുകയാണ്. നമ്മൾ യാത്ര ചെയ്യുന്നത് എന്തെങ്കിലും ഷോപ്പിംഗ് ചെയ്യാനാണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഷോപ്പിംഗ് ചെയ്യാൻ. അത് എന്തെങ്കിലും ആവട്ടെ, ഫ്രൂട്ട്സ് ആവട്ടെ, വെജിറ്റബിൾസ് ആവട്ടെ, കമ്മലാവട്ടെ, മാലയാവട്ടെ. പിന്നെ കുറച്ച് മാങ്ങകൾ വാങ്ങി. അല്ലാതെ വേറെ കമ്മൽ, തുണി ഒന്നും വാങ്ങിയില്ല. സൂക്ഷിച്ച് നോക്കി എന്തെങ്കിലും നമുക്ക് വാങ്ങാൻ പറ്റും. പിന്നെ നമ്മളധികം സൂക്ഷിച്ച് നോക്കാത്തതുകൊണ്ട് ഞാനൊന്നും വാങ്ങിയില്ല. കറക്റ്റ് 7:30 ആയപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. വന്ദേ ഭാരതിലാണ് തിരിച്ച് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോകുന്നത്. അതുകൊണ്ടാണ് കാറ് ഞങ്ങൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ ഒതുക്കിയത്. അപ്പം നമുക്ക് തിരിച്ച് പോകുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കുമല്ലോ. അങ്ങനെ കറക്റ്റ് ഭയങ്കര പഞ്ച്വാലിറ്റിയാണ് ഈ ട്രെയിന്. മറ്റ് ട്രെയിനൊക്കെ ഒരു 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ലേറ്റ് ആവില്ല. ഇത് കറക്റ്റ് 7:30 എന്ന് പറയുമ്പോൾ 7:30ക്ക് ഒരുപാട് പേരുണ്ട് കയറാൻ. അങ്ങനെ ഞങ്ങൾ കൊച്ചി മുതൽ ട്രിവാൻഡ്രം വരെയുള്ള ട്രെയിനാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഫുഡ് വേണമെങ്കിൽ അത് ഫുഡും കൂടെ ചേർത്താണ് അവർ പൈസ വാങ്ങുന്നത്. ട്രെയിന് കൊള്ളാം, നല്ല ട്രെയിനാണ്, നല്ല AC ആണ്, നമുക്ക് നല്ല കംഫർട്ടാണ്, ഇരിക്കാൻ കൊള്ളാം, എല്ലാം കൊള്ളാം. പക്ഷേ അവിടുത്തെ ഫുഡ് ഭയങ്കര മോശമാണ്. എന്ത് പറയാനാ, ഒരു ടേസ്റ്റും ഇല്ല. പിന്നെ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അനുസരിച്ചുള്ള ഫുഡല്ല അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ കഴിക്കാൻ കൊള്ളാം. ഞാൻ വിശന്നിരുന്നതുകൊണ്ട് ഞാൻ എല്ലാവരുടെ ചോറ് ഞാനാണ് കഴിച്ചത്. പക്ഷേ ആരും ചോറ് കഴിച്ചില്ല. എനിക്ക് പക്ഷേ ഈ കുഞ്ഞരി ചോറ് ഇഷ്ടമാണ്. കൊള്ളാം, ആവറേജാണ് ഫുഡൊക്കെ. പക്ഷേ ട്രെയിന് കൊള്ളാം, സൂപ്പർ, അടിപൊളി. നമുക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യണമെങ്കിൽ വന്ദേ ഭാരത് ഒരു നല്ല ഓപ്ഷനാണ്. അങ്ങനെ 11:45 ഞങ്ങൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഈ 11:45 ഏകദേശം 12 മണിയാകുമ്പോഴാണ് ഈ ആൾക്കാരുടെ ഒക്കെ തിക്കും തിരക്കും. അതിനിടയിൽ മഴയും കൂടെ ആയപ്പോഴത്തേക്ക് നല്ല സംഭവം തന്നെ. എന്തായാലും എനിക്ക് ഈ യാത്ര ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ട്രെയിനിൽ കയറി, ഫ്ലൈറ്റിൽ കയറി, ഇലക്ട്രിക് ബസ്സിൽ കയറി, ഓട്ടോയിൽ കയറി, ബോട്ടിൽ കയറി, അങ്ങനെ എല്ലാത്തിലും ഈ ഒരു ദിവസം ഞങ്ങൾ എല്ലാത്തിലും കയറി. എന്തായാലും ഈ ഒരു യാത്ര എനിക്ക് മറക്കാൻ പറ്റാത്തൊരു യാത്രയാണ്. ഞങ്ങളെല്ലാവരും ഫാമിലിയായിട്ട്, വളരെ റെയർ കേസ് മാത്രമാണ് ഞങ്ങൾ ഫാമിലിയായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു വെക്കേഷൻ ജോക്കുട്ടനും ഹാപ്പിയായി കാണും, അമ്മയും ഹാപ്പിയായി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.